മതരാഷ്ട്രവാദം മുന്നോട്ടേക്ക് വെക്കുന്ന ശക്തികളുമായി നല്ല യോജിപ്പോടുകൂടിയാണ് UDF മത്സരിച്ചത്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ BJPയെയും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാനാവുക. BJPക്ക് തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ ജയിക്കാനായി എന്നതൊഴിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം കാര്യമായ നേട്ടങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ നേടുന്നതിന് വേണ്ടി സാധിച്ചില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പന്തളം, പാലക്കാട് മുനിസിപ്പാലിറ്റികളിലാണ് BJP ജയിച്ചിരുന്നത്, 2 മുനിസിപ്പാലിറ്റികളിൽ. ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് ഈ പന്തളം മുനിസിപ്പാലിറ്റി. അവിടെ ഇപ്പോൾ LDF ജയിച്ചിരിക്കുകയാണ്. ശബരിമല ഉൾക്കൊള്ളുന്ന വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിരിക്കുകയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി BJPയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. LDFന് സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു. മുനിസിപ്പാലിറ്റി മാത്രമല്ല, ഈ പന്തളത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള പഞ്ചായത്താണ് കുളനട, അതുപോലെ ചെറുകോൽ, മുത്തോലി എന്നീ പഞ്ചായത്തുകൾ. ഈ 3 പഞ്ചായത്തും BJP പഞ്ചായത്തുകളായിരുന്നു. അത് 3ഉം LDF പിടിച്ചെടുക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് അവർക്ക് ഭൂരിപക്ഷമില്ല. ഒറ്റക്കക്ഷി എന്ന രീതിയിൽ അവർക്ക് അവിടെ ഭൂരിപക്ഷം ലഭിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയമാണ് LDFന് ലഭിച്ചിരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രാദേശികമായി പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെയെന്നുള്ളത് വിശദമായിട്ട് പിന്നീട് പരിശോധിക്കുന്നതാണ്. സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് സംസ്ഥാന സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ നേട്ടങ്ങൾ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പ്രതിഫലിച്ചില്ല എന്ന കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ്. സംഘടനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ചും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കും. ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവരുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ശക്തമായി ഇടപെട്ട് മുന്നോട്ടേക്ക് പോകാനാണ് പാർട്ടി ശ്രമിക്കുക. ജനവിശ്വാസം കൂടുതൽ നേടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിലും സംഘടനാ തലത്തിലും ഇനിയും ശക്തിയായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടികൾ പരിശോധിച്ച് ആവശ്യമായ ഇടപെടൽ നടത്തി പാർട്ടി ഇതിനെ അതിജീവിച്ച് മുമ്പോട്ടേക്ക് പോകും എന്നാണ് ഇത് സംബന്ധിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ള കാര്യം. LDF വിരുദ്ധ വികാരമാണെങ്കിൽ 7 ജില്ലാ പഞ്ചായത്തൊന്നും ജയിക്കില്ലല്ലോ. നമ്മളിപ്പോൾ ഓരോ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഉൾപ്പെടെ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ച് നോക്കിയാലേ അതൊക്കെ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യത്തെ വീക്ഷണത്തിൽ തന്നെ 7 ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിത്തറ തകർന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണല്ലോ. നല്ല രീതിയിലാണ് ഈ രീതിയിലുള്ള കാര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ വിശദാംശങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. അതെ അതെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനമായിരുന്നില്ലേ? തുടർ ഭരണത്തിൽ ഗവൺമെൻറ്റിന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന നില ഉണ്ടായല്ലോ. അതൊക്കെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് ആക്കം കൂട്ടാൻ സാധിക്കുന്ന ഒന്നായിരുന്നു എന്നിപ്പോഴെല്ലാവരും അംഗീകരിച്ചതാണ്. അതുകൊണ്ട് ഫലപ്രദമായ രീതിയിൽ തന്നെയാണ് ഗവൺമെൻറ് പ്രവർത്തനം മുന്നോട്ടേക്ക് നയിച്ചത്. അത് അത്രത്തോളം
എങ്ങനെയാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാം, നമുക്ക് പരിശോധിക്കാം. ഇല്ല, അതൊന്നും അംഗീകരിക്കുന്നതൊന്നുമല്ല. യഥാർത്ഥത്തിൽ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, സേവന പ്രവർത്തനങ്ങളാണ്. സാധാരണ മനുഷ്യർക്ക് നൽകുന്ന ആശ്വാസ നടപടികളാണ്. അതൊക്കെ സ്വാഭാവികമായിട്ടും അതിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി വെച്ചുകൊണ്ടല്ലേ നമുക്ക് നിലപാട് സ്വീകരിക്കാനാവുള്ളൂ. അത് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അവർക്ക് ഇന്നേ വരെ 45 ഉറുപ്പികയിൽ നിന്ന് 2000 ഉറുപ്പികയായിട്ട് പെൻഷൻ വർദ്ധിപ്പിച്ചതും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് വളരെ ഫലപ്രദമായ രീതിയിലൊരു ആനുകൂല്യം പ്രഖ്യാപിച്ചതൊക്കെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ അത് സാമ്പത്തിക പരാധീനത കൊണ്ടാണ് അത് നടപ്പിലാക്കാൻ പ്രയാസം വന്നത് എന്നുള്ളതും ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് തന്നെയാണ്.